ഹായ് ഹലോ ഫ്രണ്ട്സ്, മോഡേൺ ഫാബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു വീഡിയോ കണ്ണൂർ ജില്ലയിലെ ആലക്കോട് ചെയ്ത ഒരു വീട്ടിലെ കിച്ചണും പിന്നെ അതുപോലെ തന്നെ ഹോൾ പാർട്ടീഷനാണ് ഈ ഒരു വീട്ടിൽ ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ കിച്ചൺ ചെയ്തിരിക്കുന്നത് ഫുൾ ബോക്സ്ഡ് ടൈപ്പ് ആയിട്ടാണ് ഇവിടുത്തെ കിച്ചൺ ചെയ്തിരിക്കുന്നത്. കിച്ചൻ്റെ അടിഭാഗവും പിന്നെ അതേപോലെ തന്നെ മുകൾ ഭാഗത്ത് വരുന്ന ക്യാബിനുമാണ് ഫുൾ ബോക്സ്ഡ് ടൈപ്പ് ആയിട്ട് ഈ ഒരു കിച്ചണിൽ ചെയ്തു കൊടുത്തത്. ഫുൾ ബോക്സ് ടൈപ്പ് ആയിട്ട് കിച്ചൺ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഇതേപോലെ ടൈൽസ് കട്ടിങ് ഇടേണ്ട ഒരു കാര്യവുമില്ല. ടൈൽസ് കട്ടിങ് ഇല്ലാതെ വളരെ ഫ്രീ ആയിട്ട് പ്ലെയിൻ ആയിട്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഈ ഒരു ടൈൽസ് കട്ടിങ് ഇട്ടത് കൊണ്ട് നമുക്ക് ബോക്സ് ടൈപ്പ് ആയിട്ട് അടിക്കുമ്പോൾ ബാക്ക് സൈഡ് ഗ്യാപ്പ് വരാൻ ചാൻസ് ഉള്ളത് കൊണ്ട് ആ ടൈൽസ് കട്ടിങ് റിമൂവ് ചെയ്യേണ്ടതായിട്ട് വരും. അതുകൊണ്ടാണ് ടൈൽസ് കട്ടിങ് ഇടണ്ടെന്ന് പറയുന്നത്. ഇവിടുത്തെ കിച്ചൺ ഉപയോഗിച്ചിരിക്കുന്നത് സ്റ്റീൽ പ്ലേറ്റഡ് അലുമിനിയമാണ്. റോസ് ഗോൾഡ് അലുമിനിയമാണ് ഈ ഒരു കിച്ചൺ ചെയ്യാനായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന അലുമിനിയം പ്രൊഫൈല്. ഇതേപോലെ ബോക്സ് ടൈപ്പ് ആയിട്ട് അടിക്കുകയാണെങ്കിൽ ഒരുപാട് സ്റ്റോറേജ് സ്പേസ് നമുക്ക് കിട്ടും. സ്ലേവ് വാർക്കുന്നതിനേക്കാൾ നല്ലത് ഇതേപോലെ ബോക്സ് ടൈപ്പായി അടിച്ച് അതിൻ്റെ മേലെ ഗ്രാനൈറ്റ് ചെയ്യുന്നതാണ്. ഇതേപോലെ നമുക്ക് ബോക്സ് ടൈപ്പ് ആയിട്ട് അടിക്കുകയാണെങ്കിൽ ഈ ഒരു വീട്ടിൽ ചെയ്തതുപോലെ നമുക്ക് ടോൾ യൂണിറ്റ് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ചും പിന്നെ അതേപോലെ തന്നെ അതിലുള്ള അക്സസറീസുകളൊക്കെ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് എവിടെ വേണമെങ്കിലും നമുക്ക് സെറ്റാക്കി കൊടുക്കാവുന്നതാണ്. മറിച്ച് സ്ലേവ് വാർക്കുകയാണെങ്കിൽ ആ ഒരു സ്ലേവിൻ്റെ പാർഷൻ അനുസരിച്ച് നമുക്ക് ഡോറും പിന്നെ അതേപോലെ തന്നെ അക്സസറീസുകളൊക്കെ ചെയ്യേണ്ടതായിട്ട് വരും. ഫുൾ ബോക്സ്ഡ് ടൈപ്പ് ആയിട്ടാണ് ഈ ഒരു കിച്ചൺ ചെയ്തത്. ഫുൾ ബോക്സ്ഡ് ടൈപ്പ് എന്ന് പറയുമ്പോൾ അടിഭാഗത്തും പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ ബാക്ക് സൈഡിലും പിന്നെ അതേപോലെ ഈ ബോക്സ് അടിച്ചതിന് മുകളിലായിട്ട് 17 mm മൾട്ടിവുഡും കൂടി സെറ്റ് ചെയ്തിട്ടാണ് അതിൻ്റെ മേലെ ഗ്രാനൈറ്റ് സെറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ചിലർക്കൊക്കെ ഒരുപാട് സംശയങ്ങൾ ഉണ്ടാകും. ഇതുപോലെ നമുക്ക് അലുമിനിയം പ്രൊഫൈൽ കൊണ്ട് ബോക്സ് ടൈപ്പ് ആയിട്ട് അടിച്ചാൽ അതിൽ ഈട് ഉണ്ടാകുമോ പിന്നെ അതുപോലെ തന്നെ അതിൽ ബലക്ഷയം ഉണ്ടാകുമോ എന്നൊക്കെ ഒരുപാട് സംശയങ്ങൾ ഉണ്ടാകും. നമ്മൾ പ്ലൈവുഡിലോ മൾട്ടിവുഡിലൊക്കെ അടിക്കുന്ന ബോക്സ് ടൈപ്പ് ആയിട്ട് അടിക്കുന്ന അതിനേക്കാൾ ഉറപ്പും പിന്നെ അതേപോലെ തന്നെ ഈടും ഈ അലുമിനിയം പ്രൊഫൈലിൽ നമുക്ക് കിട്ടും. പിന്നെ അതേപോലെ തന്നെ ബഡ്ജറ്റ് ഫ്രണ്ട്ലിയും ആണ്. വളരെയധികം ബഡ്ജറ്റ് കുറവ് മതി ഈ ഒരു അലുമിനിയം പ്രൊഫൈൽ കൊണ്ട് ഇതേപോലെ കിച്ചണുകളൊക്കെ ചെയ്യാനായിട്ട്. ഇതാണ് ഈ ഒരു കിച്ചൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. ഒരു ഗ്രീൻ ടച്ചിൽ വരുന്ന ഷീറ്റാണ് ഇവർ ഈ കിച്ചനായിട്ട് സെലക്ട് ചെയ്തിരിക്കുന്ന കളറ്. ഇവിടെ 3 ഡ്രോയർ ബാസ്ക്കറ്റുകളാണ് സെറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഒന്ന് കട്ട്ലറി യൂണിറ്റ്, പിന്നെ അതേപോലെ തന്നെ സാധാരണ ചെയ്യാറുള്ള പ്ലേറ്റ് യൂണിറ്റ്, പിന്നെ അതേപോലെ തന്നെ ഓയിൽ പുൾ ഔട്ടാണ് ഈ ഒരു വീട്ടിൽ 3 ഡ്രോ ബാസ്ക്കറ്റായിട്ട് സെറ്റ് ചെയ്ത് കൊടുത്തത്. എല്ലാം തന്നെ 304ൻ്റെ ഗ്രേഡിലുള്ള അക്സസറീസുകളാണ് ഈ ഒരു വീട്ടിൽ സെറ്റ് ചെയ്തത്. ഇനി നമുക്ക് ഈ കിച്ചൺ ഒന്ന് തുറന്നു നോക്കാം. ഈ ഒരു സ്പേസിൽ നമ്മൾ ചെറിയൊരു തട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഓയിൽ പുൾ ഔട്ടിന് കൊടുത്തേക്കുന്ന സ്ലൈഡർ സോഫ്റ്റ് ഗ്ലോസ് ആണ്. നമ്മളിവിടുത്തെ എല്ലാ ഡോറിനും കൊടുത്തിരിക്കുന്ന ഇഞ്ചസ് ഫിക്സ് മോറിൻ്റെ സോഫ്റ്റ് ഗ്ലോസ് ഇഞ്ചസ് ആണ്. ഇതേപോലെ ബോക്സ് ടൈപ്പ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ ഇതേപോലെ ഒരുപാട് സ്റ്റോറേജ് സ്പേസ് നമുക്ക് കിട്ടും. ഇതിൻ്റെ തട്ടിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് നമ്മൾ ഫ്രണ്ടിൽ ഏത് ഷീറ്റാണോ ഉപയോഗിക്കുന്നത് ആ സെയിം ഷീറ്റാണ് തട്ടിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഒരു GTPT സെറ്റിങ്ങും കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പുതുതായിട്ട് കിച്ചണൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഇതേപോലെ ബോക്സ് ടൈപ്പ് ആയിട്ട് അടിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. മെയിൻ കിച്ചൺ കൂടാതെ വർക്ക് ഏരിയയിൽ 2 ബോക്സ് അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഒന്ന് അവർക്ക് ബേസൻ സെറ്റ് ചെയ്യാനായിട്ടും പിന്നെ അതേപോലെ ഒന്ന് നോർമൽ വർക്കിങ്ങിനായിട്ടാണ് 2 ബോക്സ് അടിച്ചു കൊടുത്തിരിക്കുന്നത്. ഒരു ഗ്രേ മെറ്റാലിക് ഷീറ്റാണ് അതിന് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതും ഫുൾ ബോക്സ്ഡ് ടൈപ്പ് ആയിട്ടാണ് ചെയ്തത്. ബാക്ക് സൈഡും പിന്നെ അതേപോലെ തന്നെ അടിഭാഗവും ഫുൾ ബോക്സ് ടൈപ്പ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്.
അതുകൂടാതെ അടുപ്പിൻ്റെ അടിഭാഗവും ഇവിടെ കവർ ചെയ്ത് കൊടുത്തു. ഇതാണ് ഇവിടുത്തെ വർക്ക് ഏരിയ. ഇനി ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള ഹോൾ പാർട്ടീഷനിലേക്ക് നമുക്ക് നോക്കാം. ഇവിടെ ഹോൾ പാർട്ടീഷൻ ചെയ്തിരിക്കുന്നത് വുഡ് ഫിനിഷിങ്ങിലായിട്ടാണ്. ഇവിടെ ഹോൾ പാർട്ടീഷൻ ചെയ്തിരിക്കുന്നത് ഫുൾ റൂട്ട് ചെയ്തിട്ടാണ് ഈ ഒരു ഹോൾ പാർട്ടീഷൻ ചെയ്തത്. അലുമിനിയം വിത്തൗട്ടാണ് ഇതിനായിട്ട് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. അലുമിനിയവും പിന്നെ അതുപോലെ തന്നെ WPC ഷീറ്റുമാണ് ഇതിനായിട്ട് യൂസ് ചെയ്തത്. ഫുള്ള് റൂട്ടിങ് ചെയ്തിട്ടാണ് ഈ ഒരു ഹോൾ പാർട്ടീഷൻ സെറ്റ് ചെയ്ത് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഹോൾ പാർട്ടീഷൻ മാത്രമല്ല, ഈ ഒരു ഹോൾ പാർട്ടീഷനോട് കൂടെ അവർക്ക് പ്രയർ യൂണിറ്റും കൂടി വേണമെന്ന് ആവശ്യപ്പെട്ടു ഞങ്ങളോട്. ഈ വീട്ടുകാർ തന്നെയാണ് ഈ ഒരു ഡിസൈൻ ഞങ്ങൾക്ക് ചെയ്തു തന്നത്. അവരുടെ ആവശ്യപ്രകാരം ആ ഒരു ഡിസൈനിലേക്ക് ഞങ്ങൾ എത്തിക്കുകയായിരുന്നു. അപ്പോൾ ഹോൾ പാർട്ടീഷൻ വിത്ത് പ്രയർ യൂണിറ്റ് ആണ് ഈ ഒരു വീട്ടിൽ ചെയ്തു കൊടുത്തിരിക്കുന്നത്. ഫ്ലെക്സി ബോണ്ടിൻ്റെ വുഡ് ഫിനിഷിങ്ങിൽ വരുന്ന HPL ഷീറ്റാണ് ഈ ഒരു ഹോൾ പാർട്ടീഷനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. സാധാരണ ഇതേപോലുള്ള ഹോൾ പാർട്ടീഷനും പിന്നെ അതുപോലെ തന്നെ പ്രയർ യൂണിറ്റുകളൊക്കെ മൾട്ടിവുഡിലും പ്ലൈവുഡിലൊക്കെ ആയിട്ടാണ് ചെയ്യാറ്. ഞങ്ങളോട് ഈ ഒരു ഡിസൈൻ കാണിച്ചു തന്നിട്ട് ഇതേപോലെ ചെയ്യാൻ പറ്റുമെന്ന് ആ ഒരു വീട്ടുകാർ ചോദിച്ചതനുസരിച്ചാണ് ഞങ്ങൾ അലുമിനിയത്തിൽ PVC ലാമിനേറ്റഡ് ഷീറ്റ് ഉപയോഗിച്ച് ഈ ഒരു ഡിസൈനിൽ ഫുൾ റൂട്ട് ചെയ്ത് ഈ ഒരു ഡിസൈനിൽ എത്തിച്ചത്. ഇതിൽ മുകൾ ഭാഗത്തായിട്ട് CNC കട്ടിങ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ എല്ലാ റാക്കുകളിലും 1 വാട്ടിൻ്റെ സ്പോട്ട് ലൈറ്റ് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഹോൾ പാർട്ടീഷനിൽ 3 ഡോർ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഹാൻഡിൽ വെക്കാതെ 3 ഡോർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ 3 ഡോറിനും പുഷ് മാഗ്നറ്റാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പുഷ് ചെയ്യുമ്പോൾ പുറത്തേക്ക് തുറന്നു വരുന്ന ആ ഒരു രീതിയിലുള്ള മാഗ്നറ്റാണ് ഇതിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഫിക്സ്മോറിൻ്റെ സോഫ്റ്റ് ഇഞ്ചസ് ആണ് ഈ ഒരു 3 ഡോറിനും സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതേപോലുള്ള ഹോൾ പാർട്ടീഷനും പ്രയർ യൂണിറ്റും ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക. ഞങ്ങൾ കേരളത്തിലെല്ലായിടത്തും വർക്ക് ചെയ്യുന്നതാണ്. ഈ ഒരു ഹോൾ പാർട്ടീഷൻ്റെ തൊട്ടടുത്തായിട്ട് വളരെ സിമ്പിളായിട്ട് ഒരു TV യൂണിറ്റും കൂടി സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരു ചെറിയൊരു ക്യാബിനും പിന്നെ അതേപോലെ തന്നെ ലോവർ പാനലിങ്ങും ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു TV യൂണിറ്റ് സിമ്പിളായിട്ട് ചെയ്തു കൊടുത്തത്. TV യൂണിറ്റിൻ്റെ ക്യാബിൻ്റെ ഡോറും ഇതേപോലെ നമ്മൾ പുഷ് ചെയ്യുന്ന മാഗ്നറ്റ് ആണ് ഈ ഒരു ഡോറിനും കൂടി ചെയ്തു കൊടുത്തിരിക്കുന്നത്. മൾട്ടിവുഡിൽ ആണ് ഈ ഒരു ബോക്സ് ചെയ്തതിന് ശേഷം അതിൻ്റെ മേലെ നമ്മൾ മൈക്ക ചെയ്യുന്നതിന് പകരമായിട്ട് PVC ലാമിനേറ്റഡ് ഷീറ്റ് കൊണ്ട് റൂട്ട് ചെയ്തിട്ട് കവർ ചെയ്തിട്ടാണ് എടുത്തിരിക്കുന്നത്. ഇതുകൂടാതെ ഈ ഒരു വീട്ടിൽ ഒരു ഫോൾഡിംഗ് ടേബിളും സെറ്റ് ചെയ്തിട്ടുണ്ട്. അയൺ ചെയ്യാനായിട്ടാണ് ഈ ഒരു ഫോൾഡിംഗ് ടേബിൾ ഈ ഒരു വീട്ടുകാർ ഞങ്ങളോട് പറഞ്ഞത്. ക്യൂബയുടെ ടേബിൾ ബ്രാക്കറ്റാണ് ഇതിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. 500 mm ടേബിൾ ബ്രാക്കറ്റാണ്. ക്യൂബയുടെ ഇതേപോലുള്ള ബ്രാക്കറ്റുകൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇതുപോലെ തന്നെ ഈ ഒരു വാഷ് കൗണ്ടറും കൂടി ഈ ഒരു വീട്ടിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ സൈഡിലായിട്ടൊരു CNC കട്ടിങ്ങും കൂടി ചെയ്തു കൊടുത്തു. ഈ ഒരു വീട്ടുകാരുടെ ആവശ്യപ്രകാരമാണ് ഈ ഒരു CNC കട്ടിങ് ഞങ്ങൾ ചെയ്തു കൊടുത്തത്. അപ്പോൾ ഇതേപോലുള്ള വർക്കുകൾ നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക. കേരളത്തിലെല്ലായിടത്തും ഞങ്ങൾ ചെയ്തു കൊടുക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യുക, പിന്നെ അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നതുവരെ ഗുഡ് ബൈ.